മന്ത്രി എം പി രാജേഷിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കെപിസിസി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം. ബിജെപിയുടെ കപടവിലാപങ്ങളുടെ മെഗാഫോണാണ് എം പി രാജേഷ്. വൈകാരികത ആളിക്കത്തിക്കാൻ വർഷങ്ങൾക്കിപ്പുറവും രാജേഷ് ശ്രമിക്കുന്നു. വോട്ട് അട്ടിമറി വിഷയത്തിൽ പിണറായി വിജയൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്നും വി ടി ബൽറാം ചോദിച്ചു. കെപിസിസിയുടെ സമൂഹമാധ്യമ ചുമതലയിൽ നിന്ന് തന്നെ പുറത്താക്കുകയോ രാജിവെക്കുകയോ ചെയ്തിട്ടില്ലെന്നും ബൽറാം വ്യക്തമാക്കി. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, വിവരങ്ങൾ. ധന്യ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിവാദത്തിൽ, അതായത് ബീഹാർ BD വിവാദവുമായി ബന്ധപ്പെട്ട് ഈ വി ടി ബൽറാമിനെ സാമൂഹ്യ മാധ്യമ ചുമതലകളിൽ നിന്ന് മാറ്റി പുറത്താക്കി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിൽ ആദ്യമായാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരുന്നത്. ഈ ഫേസ്ബുക്കിൽ വി ടി ബൽറാം കുറിച്ചിരിക്കുന്നത് തന്റെ പാർട്ടിയിലെ നിരവധി സ്ഥാനങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ സോഷ്യൽ മീഡിയയുടെ തലവൻ എന്നുള്ളത്, ചുമതല എന്നുള്ളത്. അതിൽ നിന്ന് താൻ രാജിവെക്കുകയോ ആരെങ്കിലും തന്നെ പുറത്താക്കുകയോ ചെയ്തിട്ടില്ല. പിന്നീട് എം പി രാജേഷ് ഇന്നലെ വി ടി ബൽറാമിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ BJPക്ക് വടി കൊടുക്കുന്ന രീതിയിലായി ഈ പോസ്റ്റ്, സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ പോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിനാണ് മറുപടി നൽകിയിരിക്കുന്നത്. തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു വഴക്കാളിയാക്കി ചിത്രീകരിക്കാൻ എം പി രാജേഷ് കുറെ കാലമായി പരിശ്രമിക്കുന്നു. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നാണ് പറയുന്നത്. അനുരാഗ് ഠാക്കൂറിനെ ആത്മമിത്രമായി പരിഗണിച്ചത് എം പി രാജേഷ് ആണ്. അതോടൊപ്പം തന്നെ ബീഹാർ ഇലക്ഷൻ വിഷയം ഇപ്പോഴെങ്കിലും ഈ CPMന്റെ ശ്രദ്ധയിൽ വന്നല്ലോ എന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. ഈ പിണറായി വിജയന് വോട്ട് അട്ടിമറി വിഷയത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ വലിയ പോരാട്ടമുണ്ട്. അതേക്കുറിച്ച് ഇതുവരെ ഒരക്ഷരം മുഖ്യമന്ത്രി പിണറായി വിജയൻ മിണ്ടിയിട്ടില്ല എന്നും പറയുന്നു. വൈകാരിക ആളിക്കത്തിക്കാനാണ് വർഷങ്ങൾക്കിപ്പുറവും എം പി രാജേഷ് ശ്രമിക്കുന്നതെന്നും പറയുന്നു. തനിക്കെതിരെ നിരന്തരം ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആളാണ് എം പി രാജേഷ് എന്നും പറയുന്നു. ഈ BJPയുടെ കപട വിലാപങ്ങളുടെ മെഗാഫോണായി എം പി രാജേഷ് മാറി എന്ന ഒരു വിമർശനവും വി ടി ബൽറാം ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. ഇന്നലെ എം പി രാജേഷ് വി ടി ബൽറാമിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു പോരാട്ടം നടന്ന മണ്ഡലമാണ് തൃത്താല. ഈ തൃത്താലയിലെ LDF സ്ഥാനാർത്ഥി എം പി രാജേഷും UDF സ്ഥാനാർത്ഥി വി ടി ബൽറാമുമായിരുന്നു. നേരിയ ഭൂരിപക്ഷത്തിനാണ് വി ടി ബൽറാമിനെ പരാജയപ്പെടുത്തി എം പി രാജേഷ് നിയമസഭയിലെത്തുകയും മന്ത്രിയാകുകയും ചെയ്തത്. അവരുടെ ആ ഒരു സൈബർ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ധന്യ. ശരി സാജിദ്.